എല്ലാവർക്കും ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും സമ്പത്തും ഉണ്ടാകാൻ വേണ്ടി എല്ലാ ദിവസവും നമ്മൾ വിഷ്ണു പൂജ, ഗണപതി പൂജ, മഹാലക്ഷ്മി പൂജ എല്ലാം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നു. പൂർണ്ണമായ വിശ്വാസമുള്ളവർ മാത്രം കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും ഐശ്വര്യങ്ങൾ വന്നു ചേരും. പൂർണ്ണമായും മനസ്സിൻ്റെ ചിന്തകൾ മാറ്റുക. എല്ലാ ദിവസവും നല്ല ചിന്തകളുമായി മുന്നോട്ട് പോകുക. കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ടാവും. നല്ല മനസ്സുണ്ടെങ്കിൽ നല്ല ശരീരവും നല്ല മനസ്സും വന്നു ചേരാൻ നല്ല നല്ല ചിന്തകളുമായി മുന്നോട്ട് പോകും. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ ജ്യോതിഷത്തിന് ജാതിയോ മതമോ ഇല്ല. എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകണം. അതാണ് നമ്മുടെ പരമമായ ലക്ഷ്യം. തിരുമേനിയുടെ പൂജയിൽ വിശ്വാസമുള്ള എല്ലാവരും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരിടുക, നാളിടുക. നമ്മളുടെ ജ്യോതിഷത്തിൽ ജാതിയോ മതമോ ഇല്ല. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പ്രധാന കാര്യം അശ്വതി, ഭരണി എന്നീ നാളുകാർക്ക് ആഗസ്റ്റ് മാസം ഉള്ള ഫലങ്ങളെക്കുറിച്ചാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ നാളുകാർക്ക് ഈ ദിവസം വന്നു ചേരും. പൊതുവായി പറയുകയാണെങ്കിൽ അശ്വതിയും ഭരണിയും എല്ലാവർക്കും സഹായം ചെയ്യുന്ന ഒരു നാളുകാർ. അവരുടെ ഐശ്വര്യം, അവർക്ക് ക്ഷമയില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ ന്യൂനത. അതുപോലെ തന്നെ സൗഹൃദങ്ങൾ വളരെ കുറവായിരിക്കും. ഉള്ള സൗഹൃദം തന്നെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയത്തില്ല. അവർക്ക് വഞ്ചന ധാരാളം ഉണ്ടാകുന്ന നാളുകാരാണ്. അതുകൊണ്ട് നമ്മൾ കൂട്ടുകൃഷി ഒന്നും ചെയ്യാതിരിക്കുക. എല്ലായ്പ്പോഴും സ്വന്തമായി കൂട്ടുകൃഷിയില്ലാതെ സ്വന്തമായി ചെയ്യുക. അതുപോലെ തന്നെ ക്ഷമ വേണം. ക്ഷമയില്ലാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളിലും ഇവർക്ക് പരാജയമുണ്ടാകുന്നത്. ക്ഷമയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോവുക. എടുത്തു ചാടി ഒരു കാര്യം തീരുമാനമെടുക്കരുത്. അശ്വതിയും ഭരണിയും അതുപോലെ ദശാനാഥൻ ഭരണിയുടെ ശുക്രനായതുകൊണ്ട് നിങ്ങൾ പണത്തിൻ്റെ അധിപനായി മാറും. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വേണ്ട വിധം ചെയ്താൽ ഏത് ദരിദ്രനും ധനവാനായി മാറും. അതിൻ്റെ പരിഹാരം കൃത്യമായി ചെയ്യണം എന്ന് മാത്രം. പ്രധാനമായും പരിഹാരമാർഗവും ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യം വന്നു ചേരും. ആഗസ്റ്റ് മാസം നിങ്ങളുടെ ദിവസമാണ്. അശ്വതിക്കും ഭരണിക്കും പൊതുവായി പറയുകയാണെങ്കിൽ രാജയോഗം നിങ്ങൾക്ക് വന്നു ചേരും. പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എടുത്തുചാട്ടം കുറയ്ക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പൂജകൾ, പരിഹാരങ്ങൾ എന്നിവ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കാൻ എന്തൊക്കെ ചെയ്യണം, അതുപോലെ എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയും നിങ്ങളുടെ ഇതുവരെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ മാറാനും കുടുംബത്തിലുള്ള കലഹങ്ങൾ മാറാനും സന്താനങ്ങളെ കൊണ്ട് ഐശ്വര്യമുണ്ടാകാനും എന്തൊക്കെ ചെയ്യണം, ശത്രുത മാറാനും ശത്രു സംഹാരം ഇല്ലാതാക്കാനും ശത്രു സംഹാരം പൂജയിലൂടെ എല്ലാ ശത്രുക്കളെയും നമ്മൾക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയാണ്. പ്രധാനമായും അശ്വതിയും ഭരണിയും ചെയ്യേണ്ടത് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ തന്നെ നെയ്വിളക്ക് കത്തിക്കാൻ ആദ്യമായി ശ്രദ്ധിക്കണം. നെയ്വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നെഗറ്റീവ് എനർജി, വീട്ടിലുള്ള എല്ലാ നെഗറ്റീവ് എനർജികളും മാറി മനസ്സിന് പോസിറ്റീവ് എനർജി വരികയും എല്ലാ ആഭിചാര ദോഷങ്ങളും മാറിക്കിട്ടാൻ ഏറ്റവും നല്ലതാണ്. വിളക്ക് കത്തിക്കുന്നത് രാവിലെ നെയ്വിളക്കിൽ കത്തിക്കുക, അതും പ്രഭാതത്തിൽ തന്നെ വിളക്ക് കത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നെയ്വിളക്ക് കത്തിക്കുക. അതുപോലെ മഹാലക്ഷ്മിയുടെ മന്ത്രങ്ങൾ പഠിച്ചെടുക്കുക. ഓം ശ്രീ മഹാലക്ഷ്മി എന്നോ മഹാലക്ഷ്മിയുടെ അഷ്ടോത്തരമോ നിങ്ങൾ പഠിക്കുക. അതിലൂടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഈ അശ്വതിക്കും ഭരണിക്കും വന്നു ചേരും എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ക്ഷമയുള്ളവരായി മാറുക. ഒരു കാര്യവും എടുത്തുചാട്ടം ഒഴിവാക്കുക എന്നുള്ളത്. അതുപോലെ സൗഹൃദങ്ങൾ കുറയ്ക്കുക മാക്സിമം. ആരെയും പൂർണ്ണമായും വിശ്വസിക്കരുത്. നിങ്ങളെ വഞ്ചിക്കുന്ന ആൾക്കാരാണ് മറ്റുള്ള നാളുകാർ. നിങ്ങൾക്ക് ഐശ്വര്യമുള്ള നാളുകാരാണ് ചോതി, ചിത്തിര, പുണർദം, പൂയം, മകം, ഉത്രം, പൂരാടം, രേവതി, ആയില്യം, അവിട്ടം, അനിഴം എന്നീ നാളുകാർക്ക് നിങ്ങൾക്ക് വളരെയധികം ശ്രേഷ്ഠകരമാണ്. ഇവരുമായുള്ള എല്ലാ സമ്പർക്കവും നിങ്ങൾക്ക് ഗുണകരമായി മാറും. അതുപോലെ തന്നെ പൂയവും മകവും നിങ്ങൾക്ക് 50% സാധ്യതയുണ്ട്. രേവതിക്കും 50% സാധ്യതയുണ്ട്. ഈ പറയുന്ന നാളുകാരുമായി നിങ്ങൾ ശ്രദ്ധയോടുകൂടി എന്ത് ബിസിനസ് ചെയ്താലും വിജയ സാധ്യതയുണ്ട്. എല്ലാം പൂർണ്ണമായി പഠിക്കുക. പെട്ടെന്ന് എടുത്തു ചാടി ഒരു ബിസിനസ്സിലും ചെയ്യുക. ഒന്നിലും പണം ഇൻവെസ്റ്റ് ചെയ്യരുത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അതുപോലെ കടം കൊടുക്കുന്നതും സൂക്ഷിച്ച് വേണം. ഈ പറയുന്ന നാളുകാർക്ക് 50% സാധ്യതയുണ്ട്. ഗുണകരമായി മാറും. എന്നാലും നിങ്ങൾ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് വേണം ഏത് കാര്യവും ചെയ്യാൻ. ഏത് കാര്യത്തിനും ഈശ്വരനാമം ഓം നമ ശിവായ എന്നോ ഓം നമോ നാരായണായ നിങ്ങൾക്കറിയാവുന്ന മന്ത്രം അശ്വതിക്കും ഭരണിക്കും ഓം നമോ നാരായണ എന്നോ ഓം ലക്ഷ്മി നാരായണ എന്ന് ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐശ്വര്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത.
ഈ മന്ത്രജപമാണ് ഏത് കാര്യത്തിനും അത്യാവശ്യം. നിങ്ങൾ എന്ത് ചെയ്താലും ആശങ്കയുണ്ടെങ്കിൽ ഏത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വളരെയധികം ആശങ്കകൾ വന്നു ചേരും, ബുദ്ധിമുട്ടുകൾ വന്നു ചേരും. ആശങ്കയോടെ ഒന്നും ചെയ്യരുത്, പൂർണ്ണമായ മനസ്സോടുകൂടി ചെയ്യുക. അതിനുവേണ്ടി ഈ മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ആശങ്കയും മാറും. അതുപോലെ കടം കൊടുക്കാൻ ആർക്കും പൈസ കടം കൊടുക്കരുത്, തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അഥവാ കൊടുത്താലും ഈ മന്ത്രം ജപിച്ചുകൊണ്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന വസ്തു തിരിച്ചു കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ ധാരാളം ധനങ്ങൾ നിങ്ങൾക്ക് ഈ ആഗസ്റ്റ് മാസം വന്നു ചേരും. അശ്വതിക്കും ഭരണി മാതാവിനെ കൊണ്ട് വളരെയധികം ഗുണകരമുണ്ടാകും. പിതാവിനെയും കൊണ്ട് ഒരു ഗുണവും നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ നാളുകാർക്ക് ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെയും കൊണ്ട് നല്ല ഗുണങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ്. ബന്ധുക്കളെയും കൊണ്ടും സഹായം അശ്വതിക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വളരെയധികം സഹായങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ തന്നെ കല്യാണ തടസ്സമുള്ള ഈ നാളുകാർക്ക് നല്ലൊരു ബന്ധം വന്നു ചേരാൻ വളരെ സാധ്യതയും, നല്ല ബന്ധങ്ങളും വിദേശയോഗം ആഗ്രഹിക്കുന്നവർക്ക് വിദേശയോഗവും കാണുന്നു. അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും. അതുപോലെ ആരോഗ്യ പ്രശ്നം, സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, അതിനുവേണ്ടിയുള്ള പരിഹാരങ്ങൾ നമ്മൾ പറയുക. ആരോഗ്യം വളരെയധികം സൂക്ഷിക്കണം. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകാനും അതുപോലെ തന്നെ പരിഹാര മാർഗവും പറഞ്ഞു തരികയാണ്. ഈ ദിവസങ്ങളിൽ അശ്വതിയും ഭരണിയും ആഗസ്റ്റ് മാസം ചൊവ്വ വെള്ളി ഈ ദിവസങ്ങളിലാണ് നിങ്ങളുടെ വീടുകളിൽ കലഹമുണ്ടാകുന്നത്, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നു ചേരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ പോവുകയും നാരങ്ങാമാല കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുടുംബാർച്ചന, കുങ്കുമം ഇതൊക്കെ നൽകുകയാണെങ്കിൽ ദേവിയുടെ പ്രീതി വരുത്താൻ സാധിക്കും. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നിങ്ങളുടെ അരിഷ്ടം മാറാനും ദോഷങ്ങൾ മാറിക്കിട്ടുവാനും സമ്പത്ത് വന്നു ചേരാനും ഇത് ചെയ്യുക. അതുപോലെ തന്നെ ദാനധർമ്മം ചെയ്യുന്നതും നല്ലതാണ്. മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക, ഫലച്ചയില്ലാതെ ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് ഐശ്വര്യങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ സമ്പത്തിൻ്റെ എല്ലാ നഷ്ടങ്ങളും മാറിക്കിട്ടും. അതുപോലെ ഈ അശ്വതിയും ഭരണിയും നാളുകാർ പ്രത്യേകം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകും. എടുത്തുചാട്ടം ഒഴിവാക്കണം എന്നുള്ളതാണ് പ്രത്യേകം. ദേഷ്യം കുറയ്ക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഐശ്വര്യങ്ങൾ വന്നു ചേരും. ഇത് രണ്ടും മാറ്റി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യങ്ങൾ, സമ്പത്ത് കുമിഞ്ഞുകൂടി. ചൊവ്വയും വെള്ളിയും മുടങ്ങാതെ ആഗസ്റ്റ് മാസങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ പോവുകയും നാരങ്ങാമാലയോ കുടുംബ അർച്ചനയോ ചെയ്യുകയോ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. കുങ്കുമം കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അശ്വതിക്കും ഭരണിക്കും നല്ല ഐശ്വര്യങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറാൻ ഇതെല്ലാം നല്ലതാണ്. നിങ്ങൾ ഭക്തിയോടുകൂടി ഭഗവാനെ സ്മരിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ഓം നമഃ ശിവായ, ഓം നമോ നാരായണ, ഓം ലക്ഷ്മി നാരായണ, ഓം ശ്രീ ഗണപതായി തുടങ്ങിയ മന്ത്രങ്ങളെല്ലാം പഠിക്കുക. അതിൽ ഈ പറഞ്ഞ മന്ത്രങ്ങൾ പ്രത്യേകം പ്രാധാന്യം കൊടുത്ത് ജപിക്കുക. എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകും. കമൻറ്റ് ബോക്സിൽ പേരും നാളും ഇട്ട് എല്ലാവർക്കും ഐശ്വര്യമുണ്ടാവട്ടെ പൂജയിൽ ഉൾപ്പെടുത്തും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.